ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നായകൻ വീണ്ടും വരാർ. അതെ, ഉലക നായകൻ കമൽ ഹാസൻ സേനാപതിയായി വീണ്ടും വെള്ളിത്തിരയിൽ എത്തുകയാണ്. കമൽ ഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ 2 എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയും ചർച്ചയുമാണ് നടക്കുന്നത്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ഭാഗം ആയ ഇന്ത്യനിലെ പോലെ തന്നെ പല വേറിട്ട വേഷങ്ങളിലും മേക്കപ്പിലും ആണ് കമൽ ഹാസൻ എത്തുന്നത്. ദശാവതാരം, വിശ്വരൂപം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കമൽ ഹാസന്റെ നിരവധി വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വരുന്ന ചിത്രമാണ് ഇന്ത്യൻ 2. സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങളാലും ശങ്കറിന്റെ ബിഗ് ക്യാൻവാസ് ദൃശ്യങ്ങളാലും സമ്പന്നമായിരിക്കും ഇന്ത്യൻ 2 എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊരു ഉദാഹരണമാണ് ഒടുവിൽ വന്ന ദൈർഘ്യമുള്ള ട്രെയിലർ. മലയാളി ഓഡിയൻസിന് ഒരു സന്തോഷമുള്ള കാര്യം എന്തെന്നാൽ വലിയൊരു നഷ്ടമായ നെടുമുടി വേണു അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ ചിത്രത്തിൽ കാണാം. ട്രെയിലർ തന്നെ അദ്ദേഹത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു വേഷത്തിൽ തന്നെയാണ് കാണിച്ചിട്ടുമുള്ളത്. AI ടെക്നോളജിയിലൂടെയാണ് ശങ്കർ ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, തമിഴിൽ നിന്നും അന്തരിച്ച നടന്മാരായ വിവേക്, മനോബാല എന്നിവരെയും ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിലറിലും അത് കാണാം. AI, CGI, ബോഡി ഡബിൾസ് എന്നീ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവരെയൊക്കെ സ്ക്രീനുകളിൽ കാണാൻ കഴിയുന്നത്. ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾ വരാൻ തുടങ്ങിയ സമയം മുതൽ ആദ്യ ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും പ്രേക്ഷകർക്കിടയിൽ തുടങ്ങിയിരുന്നു. ആ പ്രത്യേകത എന്തെന്നാൽ ഉലക നായകൻ കമൽ ഹാസൻ ഇരട്ട വേഷത്തിലെത്തിയ ഇന്ത്യൻ എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ്. വിജിലൻറ്റ് ആക്ഷൻ ഹോണറിൽ എത്തിയ സിനിമ നിരവധി അവാർഡുകൾക്കൊപ്പം ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തൂക്കിയിരുന്നു. 1996 ഇറങ്ങിയ ഇന്ത്യൻ അക്കാലത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. 15 കോടിയായിരുന്നു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ്. ബോക്സ് ഓഫീസ് നല്ല കളക്ഷനും നേടിയിരുന്നു. സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ആദ്യ 50 കോടി സിനിമയായിരുന്നു ഇന്ത്യൻ. ആസ്തറ്റിക് മേക്കപ്പിൽ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയായിരുന്നു. മാത്രമല്ല, 1996 ഒഫീഷ്യൽ ഓസ്കാർ എൻട്രിയും ഈ ചിത്രത്തിനായിരുന്നു. മികച്ച നടനുള്ള നാഷണൽ സ്റ്റേറ്റ് അവാർഡുകൾ കമൽ ഹാസൻ നേടിയിരുന്നു. ചിത്രം ഹിന്ദിയിൽ ഹിന്ദുസ്ഥാനി എന്ന പേരിലും റിലീസ് ചെയ്തിരുന്നു. ട്രെയിലറിനു ശേഷം പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് റിലീസിനായി കാത്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.